ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ചെമ്പടയ്ക്ക് കാവലാളായി, സമരധീര സാരഥിയായി, പടയുടെ പടനായകരായി പിണറായി വാഴ്ത്തി 100 വനിതകൾ ആലപിച്ച സംഘഗാനം കേട്ടുകൊണ്ടായിരുന്നു വേദിയിലേക്കുള്ള പിണറായി വിജയന്റെ വരവ്. ബാക്കി മുഖ്യമന്ത്രി ഇരുന്നാസ്വദിച്ചു. മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ അധിക്ഷേപം തുടരുമ്പോൾ കേൾക്കുന്ന ലേശം പുകഴ്ത്തൽ. സ്തുതിപാഠകർക്ക് പ്രത്യുപകാരം ചെയ്യില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാദം പൊളിയുന്ന വിവരങ്ങളാണിപ്പോൾ പുറത്തുവരുന്നത്. സ്തുതിഗീതം രചിച്ച ചിത്രസേനൻ ക്ലറിക്കൽ അസിസ്റ്റന്റായി വിരമിച്ച ആളാണെന്നും ധനവകുപ്പിൽ ഇപ്പോൾ സ്പെഷ്യൽ മെസ്സഞ്ചറായി പുതിയ നിയമനം ലഭിച്ചുവെന്നുമാണ് പുറത്തുവരുന്ന വാർത്ത. 9 വർഷങ്ങൾക്ക് മുൻപ് അധികാരത്തിലേറുമ്പോൾ ഭരണതലത്തിൽ പ്രത്യക്ഷപ്പെടാവുന്ന അവതാരങ്ങളെക്കുറിച്ച് ആശങ്കപ്പെട്ട മുഖ്യമന്ത്രി പിന്നീട് ക്യാപ്റ്റനും ഇരട്ടച്ചങ്കനും കാരണഭൂതനും ഇപ്പോൾ ഫീനിക്സ് പക്ഷിയുമാകുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. ആസ്വദിക്കാൻ ആളില്ലെങ്കിൽ ഒരേ താളത്തിൽ പാട്ടുകളുണ്ടാകുമോ? വാഴ്ത്തുകാർക്ക് നല്ല കാലമോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ എന്നോടൊപ്പം നഞ്ചല്ലൂർ ശശികുമാർ, കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സെക്രട്ടറിയാണ്. എം ജയചന്ദ്രൻ, ഇടത് നിരീക്ഷകൻ. എൻ പി ചെക്കുട്ടി, രാഷ്ട്രീയ നിരീക്ഷകൻ. എൻ വി ബാലകൃഷ്ണൻ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. അത് ഞാൻ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സെക്രട്ടറി ശ്രീ നഞ്ചല്ലൂർ ശശികുമാറിലേക്ക് പോവുകയാണ്. ശ്രീ ശശികുമാർ, അസോസിയേഷന്റെ പരിപാടി ഇന്ന് നിശ്ചയിക്കുമ്പോൾ അസോസിയേഷനിൽ തന്നെ 2 വിഭാഗമായി തിരിഞ്ഞെന്നും അതിൽ ഒരു വിഭാഗത്തിനാണ് പിണറായി വിജയനോട് താല്പര്യമെന്നും പിണറായി വിജയന്റെ സ്തുതിഗീതം അങ്ങനെ ഉണ്ടാകപ്പെട്ടതാണ് എന്നുമാണ് വാർത്തകൾ. എന്താണ് ഇതേക്കുറിച്ച് ആദ്യം പറയാനുള്ളത്? തികച്ചും തെറ്റായിട്ടുള്ള ഒരു വാർത്തയാണ്. അസോസിയേഷൻ അങ്ങനെ യാതൊരു വ്യത്യാസമോ വേർതിരിവോ മറ്റ് കാര്യങ്ങളോ ഗ്രൂപ്പോ മറ്റ് പ്രവർത്തനങ്ങളോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഏകീകൃത സ്വഭാവത്തോടുകൂടി ഒറ്റ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അങ്ങനെയുള്ള ആരോപണങ്ങളെല്ലാം വ്യാജമാണ്. ഈ സ്തുതിഗീതവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ ഇതിന്റെ വരികളടക്കം പുറത്തു വന്നതാണല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടായോ? മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലും അതേക്കുറിച്ച് പ്രതികരിച്ചു. വാർത്ത കണ്ടു, പാട്ടിലെ വരികൾ എന്താണെന്ന് ശ്രദ്ധിച്ചില്ല എന്നാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത്. ഇന്ന് അദ്ദേഹം നടന്നു വരുമ്പോൾ ആ പാട്ടുകൾ കേട്ടുകൊണ്ടാണ് നടന്നു വന്നത്, ബാക്കി ഇരുന്നു കൊണ്ടും കേൾക്കുകയായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചോദിക്കുകയോ പറയുകയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതൊരു സ്തുതിഗീതമാണ് എന്ന് പറയുന്നതിനോട് അതിനോട് യോജിക്കുന്നു. സ്തുതിഗീതമല്ല, അതൊരു സ്വാഗത ഗാനമാണ്. അതായത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ സുവർണ ജൂബിലി മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായുള്ള ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് ഉദ്ഘാടകനായിട്ടുള്ള മുഖ്യമന്ത്രി, അദ്ദേഹം നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിൻ്റെ മേധാവി കൂടിയാണ്. ഞങ്ങൾ ഭരണസിരാ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അവിടെയുള്ള സംഘടനയുടെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന സംഘടനയുടെ മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിയ മുഖ്യമന്ത്രിയെ സ്തുതിച്ചുകൊണ്ടല്ല, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട്, അദ്ദേഹം കടന്നു വന്ന വഴികളെക്കുറിച്ച് പ്രസ്താവിച്ചുകൊണ്ട്, അതിൻ്റെ ത്യാഗോജ്വലമായിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് സ്വാഗതഗാനം എന്നുള്ള നിലയിലാണ് ഇത് അവതരിപ്പിച്ചത്. സ്തുതിഗീതം എന്ന് പറയുന്നതിനോട് തന്നെ ആദ്യമേ വിയോജിക്കുന്നു. ശ്രീ നഞ്ചല്ലൂർ ശശികുമാർ, നിങ്ങളുടേത് ഒരു ഇടത് സംഘടനയാണല്ലോ. ഇടത് സംഘടന എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല വ്യക്തികളെ, നേതാക്കളെ അങ്ങനെ ഈ തരത്തിൽ പുകഴ്ത്തുന്നത് എന്നുള്ളത് താങ്കൾക്കും അറിയാവുന്നതാണ്. താങ്കളുടെ ഒറ്റപ്പെട്ട ഒരാൾ എന്ന നിലയ്ക്കല്ല ചോദിക്കുന്നത്, നിങ്ങളുടെ സംഘടനയ്ക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ലാത്തൊരു രീതി ഇതിൽ അവലംബിക്കുമ്പോൾ അതേക്കുറിച്ച് ഒരു തരത്തിലും എതിരഭിപ്രായങ്ങൾ നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ വന്നില്ല എന്നാണോ? ഞങ്ങളൊരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഘടനയല്ല, ഞങ്ങളൊരു സർവീസ് സംഘടനയാണ്. ആ സർവീസ് സംഘടനയ്ക്ക് പുരോഗമന ആശയങ്ങളോട് ആഭിമുഖ്യമുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് കൂട്ടിക്കുഴച്ചുകൊണ്ട് നമ്മുടെ സംഘടനയെ ആ രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായി കാണേണ്ടതില്ല. സർവീസിലുള്ള ജീവനക്കാർക്ക് ഒരിക്കലും അത്തരത്തിലുള്ള വേദികളിൽ പ്രവർത്തിക്കാനുള്ള അവകാശമോ അധികാരമോ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഇടതുപക്ഷ സംഘടനയാണ് എന്നുള്ള സ്ഥാപിക്കാനുള്ള വാദത്തോട് വിയോജിക്കുന്നത്. ഒരു പുരോഗമന സ്വഭാവം വെച്ച് പുലർത്തുന്ന ഒരു ജനാധിപത്യ, അത് ഒരു സാങ്കേതികമായ ഒരു വിശദീകരണമല്ലേ ശ്രീ ശശികുമാർ? സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനിൽ ഭൂരിഭാഗവും ഇടത് പക്ഷക്കാരാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാണ്, CPM-കാർ തന്നെയാണ് എന്ന് പറയുന്നത് തെറ്റാകുമോ? അത് താങ്കൾക്ക് പൂർണ്ണമായും നിഷേധിക്കാനാകുമോ? ഇടതുപക്ഷ സ്വഭാവമുള്ളവരും കമ്മ്യൂണിസ്റ്റ് വിശ്വാസമുള്ളവരുമൊക്കെ ഈ സംഘടനയിൽ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞല്ലോ, പുരോഗമന സ്വഭാവമുള്ള, പുരോഗമന ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ആശയങ്ങളിൽ ഉള്ളിൽ പേറുന്നവരും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരും ഉണ്ടാകും. പക്ഷേ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന
ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ള അഭിപ്രായം തെറ്റാണ്. ശരി, അങ്ങനെ പുരോഗമന ആശയത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരാളെ, ഒരു നേതാവിനെ, അത് മുഖ്യമന്ത്രി ആയാലും ഇനി അതല്ല പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ പാർട്ടി സെക്രട്ടറി, ഒരു നേതാവിനെ സ്തുതിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്തുതി അല്ലെങ്കിൽ സ്വാഗതം എന്ന് പറയുന്നത് സ്വാഗതമല്ലല്ലോ, ഇതിൽ പറയുന്ന മുഴുവൻ സ്തുതിവാചകങ്ങളാണ്, നിങ്ങളത് നിഷേധിച്ചാലും അതിലെ വരികൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗാനം ആലപിക്കുന്നതിൽ നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ എതിരഭിപ്രായം വന്നിരുന്നില്ലേ എന്നതായിരുന്നു ഞാൻ നേരത്തെ ചോദിച്ചത്. ഞങ്ങൾക്കിടയിൽ അങ്ങനെയുള്ള എതിർ അഭിപ്രായമൊന്നുമില്ല. പൊതുവായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ്. മാത്രമല്ല ഇതൊരു സ്വാഗത ഗാനമാണ്. വേദിയിലേക്ക് വരുന്ന മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്ന, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്ന ഒരു ഗാനം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലം വച്ചുകൊണ്ട് നടത്തിയ ഒരു സ്വാഗത ഗാനമാണ്. അതുകൊണ്ട് അതിൽ എതിരഭിപ്രായമില്ല. ശരി, ഇതിൽ സ്വാഗത ഗാനം എഴുതിയ ചിത്രസേനന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വിവാദങ്ങൾ താങ്കളും അറിഞ്ഞിരിക്കുമല്ലോ. അദ്ദേഹത്തിന് അനധികൃത നിയമനം ലഭിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അതേക്കുറിച്ച് എന്താണ് താങ്കളുടെ പ്രതികരണം? ശ്രീ ചിത്രസേനൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത്, സേവനമനുഷ്ഠിക്കുന്നത് ധനകാര്യ വകുപ്പിലെ സ്പെഷ്യൽ മെസ്സഞ്ചർ എന്ന് പറയുന്ന തസ്തികയിൽ. അതൊരു താൽക്കാലികമായിട്ടുള്ള നിയമനമാണ്. കഴിഞ്ഞ ഏതാണ്ട് 12 വർഷത്തിലധികമായി അതൊരു താൽക്കാലിക ജീവനക്കാരൻ പ്രവർത്തിക്കുന്ന ഒരു തസ്തികയാണ്. അതായത് ധനകാര്യ വകുപ്പിലെ തപാലുകളും മറ്റ് ഓഫീസുകളിലേക്ക് എത്തിക്കുന്ന ജോലിയാണ് സ്പെഷ്യൽ മെസ്സഞ്ചറുടേത്. അതിനുവേണ്ടി അദ്ദേഹത്തിന് ഒരു പ്രത്യേകമായ ഇരുചക്ര വാഹനം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ തസ്തികയിലേക്കാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ സർവീസ് കഴിഞ്ഞ് റിട്ടയർ ആയ ഒരാൾക്ക് പുനർനിയമനം, ഈ താൽക്കാലിക നിയമനം എന്ന രീതിയിൽ കൊടുക്കുമ്പോൾ ചിത്രസേനോട് എന്തെങ്കിലും പ്രത്യേക ആനുകൂല്യം ചിത്രസേന നൽകുകയായിരുന്നു? ആ തരത്തിലാണ് പുറത്തു വന്നിരിക്കുന്ന വാർത്ത. സ്പെഷ്യൽ മെസ്സഞ്ചറായിട്ടുള്ള നിയമനം, അതിനുള്ള ഫയൽ നീക്കിയത് ഈ സംഘടനയിൽ തന്നെ ഒരു നേതാവാണ് എന്നും പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 12 വർഷത്തിലധികമായി ഒരു വ്യക്തി, ഒരു താൽക്കാലിക ജീവനക്കാരൻ എന്നുള്ള നിലയിൽ സേവനമനുഷ്ഠിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് പ്രായാധിക്യം മൂലം ഈ തൊഴിൽ ചെയ്യാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് ചിത്രസേനെ ആ തസ്തികയിലേക്ക്. അല്ല, അങ്ങനെ ആ സ്ഥാനത്തേക്ക് വരാൻ വേറെയും ഒരുപാട് പേർ യോഗ്യരായി നിൽക്കുമല്ലോ. അതാണ് ചോദിച്ചത്. 22 വർഷക്കാലം സേവനം നൽകിയ ശേഷം സർവീസിൽ നിന്ന് വിരമിച്ച ഒരാളെ ആ സ്ഥാനത്തേക്ക് പരിഗണിച്ചതിന് പിന്നിലെ താല്പര്യം എന്താണ്? അങ്ങനെ പ്രത്യേകമായ ഒരു പരിഗണന ഉണ്ടെന്ന് തോന്നുന്നില്ല. സർക്കാരിന്റെ തീരുമാനം അനുസരിച്ച് നിയമിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ആ തീരുമാനം വരുന്നത്? താൽക്കാലിക നിയമനം കിട്ടിയത് 24/4/2024 അപേക്ഷ കൊടുത്തത് 25/4/2024. അപ്പോൾ അപേക്ഷയ്ക്ക് മുന്നേ കിട്ടി. അതിനുള്ള ഫയൽ നീക്കിയത് ഭരണാനുകൂല സംഘടനാ നേതാവിൽ നിന്നാണെന്ന് പുറത്തു വന്ന വിവരം. താങ്കൾക്ക് നിഷേധിക്കാം അതിനുള്ള കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. നിയമനം 179 ദിവസത്തേക്കാണെന്നും പറയുന്നു. കാലയളവ് കഴിഞ്ഞപ്പോൾ വീണ്ടും പുതുക്കി നൽകുകയാണെന്നും പറയുന്നു. അപ്പോൾ റിട്ടയറായ ഒരു ജീവനക്കാരന് വീണ്ടും മറ്റൊരു പോസ്റ്റ് നൽകുക, ആ പോസ്റ്റ് പുതുക്കി നൽകുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത അല്ലെങ്കിൽ പ്രത്യേക താല്പര്യം ആ ജീവനക്കാരനോട് ഉണ്ടാകുമല്ലോ. അതെന്താണ്? റിട്ടയറായ ജീവനക്കാരെ പുനർനിയമിക്കുന്നത് ഒരു പുതിയ സംഭവമല്ലല്ലോ. അത് സെക്രട്ടേറിയറ്റ് മാത്രമല്ല, അവരുടെ സേവനം, പ്രത്യേകമായിട്ടുള്ള സേവനം ആവശ്യമായി വരുന്ന എല്ലാ മേഖലകളിലും, അത് പൊതുമേഖലാ സ്ഥാപനങ്ങളായിരുന്നാലും സർക്കാർ സ്ഥാപനങ്ങളായിരുന്നാലും വകുപ്പുകളായിരുന്നാലും അത്തരത്തിൽ പ്രത്യേകമായിട്ടുള്ള സേവനം ആവശ്യമായി വരുന്ന മേഖലകളിലെല്ലാം നിയമിക്കുന്നുണ്ട്. പിന്നെ നിയമനം നടത്തുന്നത് 179 ദിവസത്തേക്കാണ്. താൽക്കാലികമായിട്ടുള്ള നിയമനം ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കുന്നത് 179 ദിവസത്തേക്കാണ്. കൂടുതൽ കാലത്തേക്ക് നിയമിച്ചു കഴിഞ്ഞാൽ അവരെ റെഗുലർ തസ്തികയിലേക്ക് ക്രമീകരിക്കേണ്ടി വരും എന്നുള്ള ഒരു വ്യവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളതാണ് കോടതി ഉത്തരവിൻ്റെ ഭാഗമായി. അതുകൊണ്ട് 179 ദിവസത്തേക്ക് കൊടുക്കുന്നു. ഒരു ദിവസത്തെ ബ്രേക്ക് നൽകിക്കൊണ്ട് തൊട്ടടുത്ത ദിവസം മുതൽ വീണ്ടും ആ സേവനത്തിലേക്ക്. തൊഴിലില്ലാതെ ഒരുപാട് ചെറുപ്പക്കാർ പുറത്തു നിൽക്കുമ്പോഴാണല്ലോ ഈ പറഞ്ഞ റിട്ടയർ ചെയ്ത ശേഷം പുതുക്കി പലതവണയായി കൊടുക്കുന്നത്. അതാണ് ആ ചോദ്യം വരുന്നത്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, PSC വഴിയിലുള്ള നിയമനങ്ങൾ, ലക്ഷക്കണക്കിന് നിയമനങ്ങളാണല്ലോ കഴിഞ്ഞ 8-8.5 വർഷമായി പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നൽകി വരുന്നത്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ പരിഗണിക്കുന്ന ഒരു സർക്കാരാണ്. മുൻകാലങ്ങളിൽ UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നത് പോലെ നിയമന നിരോധനമോ നിയമനം നൽകാത്ത അവസ്ഥയോ ഇപ്പോൾ നിലവിലില്ലല്ലോ. ലക്ഷക്കണക്കിന് തസ്തികകളിലേക്കല്ലേ പുതുതായി നിയമനം നൽകുന്നത്. പുതുതായി എത്രയോ തസ്തികകൾ വിവിധ മേഖലകൾ, ആരോഗ്യ മേഖലയിലും പിന്നെ അതുപോലെ
വിദ്യാഭ്യാസ മേഖലയിലുമൊക്കെ അനുവദിച്ച സർക്കാരാണല്ലോ. ഈ കഴിഞ്ഞ മന്ത്രിസഭയുടെ തീരുമാനവും അതാണ്. 570 പുതിയ തസ്തികകൾ പുതുതായി അനുവദിച്ച സർക്കാരാണല്ലോ ഇത്. അതുകൊണ്ട് പിന്നെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ പരിഗണിക്കാത്ത ഒരു സർക്കാർ എന്നുള്ള വാദത്തോട് യോജിക്കാൻ കഴിയില്ല. അല്ല, അപ്പൊ ഇദ്ദേഹത്തിന്റെ നിയമനം ഏത് വഴിയിലാണ്? അദ്ദേഹത്തിന്റെ നിയമനം ഞാൻ സൂചിപ്പിച്ചല്ലോ, അതൊരു താൽക്കാലികമായിട്ടുള്ള തസ്തികയാണ്. താൽക്കാലികമായാലും എങ്ങനെയാണ് താൽക്കാലികം വരുന്ന രീതി, എങ്ങനെയാണ് വഴി, എങ്ങനെയാണ് ഒന്ന് വിശദീകരിക്കാമോ? താൽക്കാലികം എന്ന് പറയാൻ ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകമായിട്ടുള്ള സേവനം ആവശ്യമായ അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ക്ലർക്കൽ അസിസ്റ്റന്റായി തപാൽ സെക്ഷനിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആ തപാൽ സെക്ഷനുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സേവനം എന്താണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ തപാലുകൾ കൃത്യമായി എഴുതി രേഖപ്പെടുത്തി അതായത് ഓഫീസുകളിലേക്ക് നേരിട്ട് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് സ്പെഷ്യൽ മെസ്സഞ്ചറുടെ ചുമതല. അതിൽ അദ്ദേഹത്തിന് അനുഭവ സമ്പത്തുള്ളത് കൊണ്ട് ആ രീതിയിലുള്ള നിയമനം നൽകി. അല്ല, നേരത്തെ അതായിരുന്നോ ജോലിയല്ലോ? നേരത്തെ ക്ലറിക്കൽ അസിസ്റ്റന്റായി വിരമിക്കുകയായിരുന്നു അദ്ദേഹം. തപാൽ ക്ലറിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിലെ തപാൽ സെക്ഷനുകളിൽ, അതായത് കത്തുകളും മറ്റുമൊക്കെ വരുന്ന സെക്ഷനുകളിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥന്റെ ജോലി വരുന്ന തപാലുകൾ രേഖപ്പെടുത്തി കൃത്യമായി സെക്ഷനുകളിലേക്ക് എത്തിക്കുക, സെക്ഷനുകളിൽ നിന്ന് വരുന്ന കമ്മ്യൂണിക്കേഷനുകൾ, കത്തുകളും മറ്റു കാര്യങ്ങളും ഒക്കെ മറ്റു ഓഫീസുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. അതാണ് ക്ലറിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ. അത് ചിത്രസേനായിരുന്നാലും മറ്റേത് ആ തസ്തികയിൽ ജോലി ചെയ്യുന്ന ആരായാലും ചെയ്യുന്നത്. അപ്പോൾ അതേ സ്വഭാവമുള്ള ഒരു തസ്തികയിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ നിയമനം നൽകിയിരിക്കുന്നത്. അപ്പോൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും അതേ പോസ്റ്റിൽ ധനവകുപ്പിൽ അതേ ജോലി ചെയ്യാൻ അദ്ദേഹമാണ് കൂടുതൽ പ്രാപ്തൻ. അപ്പോൾ പുറത്തുള്ളവർ വരുന്നതിനേക്കാൾ നേരത്തെ ആ ജോലി ചെയ്തവർക്കാണ് അത് കൂടുതൽ ചെയ്യാൻ സാധിക്കുക, അല്ലേ? മെസ്സഞ്ചറായി പോവുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള, കൂടുതൽ അതിൽ എക്സ്പീരിയൻസ് വേണ്ട ഒരു ജോലിയാണ്. അതിലുള്ള അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ അനുഭവ സമ്പത്ത് ഉപയോഗിച്ച് അദ്ദേഹത്തിന് തുടർ നിയമനങ്ങൾ പലതവണയായി കിട്ടിയ പശ്ചാത്തലത്തിലാണോ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ വരികൾ വന്നിരിക്കുന്നത്? അദ്ദേഹം ഒരു കവിയാണ്. അദ്ദേഹം സേവനത്തിലുണ്ടായിരുന്ന കാലത്തും അതിനു മുമ്പ് അദ്ദേഹം ട്യൂട്ടോറിയൽ അധ്യാപകനായിരുന്നു. ആ അധ്യാപകനായിരുന്ന കാലഘട്ടത്തിലും ഒപ്പം തന്നെ പഠന കാലഘട്ടത്തിലുമൊക്കെ കവിതകൾ ധാരാളമായി രചിച്ചിട്ടുള്ള ഒരാളാണ്. വിവിധങ്ങളായിട്ടുള്ള സാംസ്കാരിക ഇടങ്ങളിൽ തൻ്റെ കവിത അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. അവാർഡുകൾ ഇതിൻ്റെ ഭാഗമായി കിട്ടിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ ഒരു കവിയാണ്, ഒരു മഹാകവിയാണ്. ആ മഹാകാവ്യം രചിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലമുള്ള ഒരാളാണ്. ഇവിടെ വന്നതിന് ശേഷം, റിട്ടയർ ചെയ്തതിന് ശേഷമല്ല അദ്ദേഹം എഴുതി തുടങ്ങിയത്. ശരി, ശ്രീ എൻ വി ബാലകൃഷ്ണൻ, രാഷ്ട്രീയ നിരീക്ഷകൻ. ഞാൻ ആദ്യം ശ്രീ എൻ വി ബാലകൃഷ്ണനിലേക്ക് പോകുന്നു. ശ്രീ എൻ വി ബാലകൃഷ്ണൻ, വളരെ സ്വാഭാവികമായി ഒരു ജീവനക്കാരൻ റിട്ടയർ ആയ ശേഷം ആ പണി അറിയാവുന്ന ആൾ തന്നെ വരട്ടെ എന്നുള്ളത് കൊണ്ട് സ്പെഷ്യൽ മെസ്സഞ്ചറായി അതേ പോസ്റ്റ് അദ്ദേഹത്തിന് വീണ്ടും കൊടുക്കുകയാണ്. പിന്നീട് അദ്ദേഹം ഉള്ളിൽ നിന്ന് വരുന്ന പല വരികൾ ഒരു കവിതയായി വരുന്നു. ആ വരികൾ പോരാഞ്ഞിട്ട് വീണ്ടും പരിഷ്കരിച്ച് ഒന്നുകൂടി സ്തുതി വാചകങ്ങൾ ചേർത്തുകൊണ്ട് രണ്ടാമത് മാറ്റി എഴുതിയെന്നൊക്കെയാണ് വാർത്ത. അപ്പോൾ അങ്ങനെ ഒരു പാട്ട് രചിക്കുന്നു. അത് സ്തുതിഗീതമല്ല, സ്വാഗതഗാനം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. താങ്കളുടെ ആ പാട്ട് കേട്ടതിൽ നിന്ന് താങ്കൾക്ക് തോന്നിയ എന്താണ്? സ്തുതിഗീതമാണോ അതോ ഒരു സ്വാഗതഗാനമാണോ? സ്മൃതി ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ ഇവിടെ വിശദീകരിച്ച ആള്, എനിക്ക് അദ്ദേഹത്തിന്റെ പേര് കൃത്യമായിട്ട് അറിയാത്തതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ വ്യക്തമാക്കേണ്ടതുണ്ട്. ശശികുമാർ സൂചിപ്പിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, നമ്മുടെ സമൂഹത്തിലെ സാധാരണ മനുഷ്യരെയൊക്കെ ഏകദേശം എന്താണ് ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന, അവരെയൊക്കെ ഒരു വിഡ്ഢികളായി കണക്കാക്കി സംസാരിക്കുന്ന ഒരു രീതി ഈ ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആളുകൾ ചെയ്യുന്നത് ഗുണകരമല്ല. പുതിയ കാലത്ത് അത് ശരിയല്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഇതുപോലുള്ള കുറേ കമൻറ്റുകളൊക്കെ നടത്തിയാൽ അതൊരു പക്ഷേ ആളുകൾ ആ നിലയിൽ തന്നെ കാണുള്ളൂ. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഒക്കെ വളരെ വികസിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു സമൂഹത്തിൽ ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ ആന്തരാർത്ഥം എന്താണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷി ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യർക്കാർക്ക് എല്ലാവർക്കും ഉണ്ട്. അവരെ കുറച്ച് കണ്ടുകൊണ്ടുള്ളൊരു നിലപാട് ശശികുമാറിനെ പോലുള്ള ആളുകൾ, അതും ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ചെയ്യുന്നതിലുള്ള വളരെ വളരെ മോശമായ, അത് വളരെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു ഇഫക്റ്റ് അല്ല അത് സമൂഹത്തിൽ ഉണ്ടാക്കുക എന്ന് തിരിച്ചറിയെങ്കിലും വേണമെന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. അദ്ദേഹം പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് അദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു,
സെക്രട്ടേറിയറ്റ് അസോസിയേഷനകത്ത് CPM-ന്റെ എത്ര ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട്? നിങ്ങൾക്കിപ്പോൾ നിഷേധിക്കുക, അങ്ങനെ സർവീസ് സംഘടനയാണ്, അതിനകത്ത് രാഷ്ട്രീയം പാടില്ല എന്നൊക്കെ പറയുമെങ്കിലും ഈ നാട്ടിലെ കണ്ണ് കീറിയ മനുഷ്യന്മാർക്കൊക്കെ അറിയാം, പോലീസിനകത്ത് ഉൾപ്പെടെ കേരളത്തിൽ ഒരുപാട് എല്ലാ മേഖലകളും പാർട്ടിയുടെ ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഈ സർവീസ് കഴിയുമ്പോൾ മറ്റ് പ്രാദേശിക ഘടകങ്ങളിലേക്ക് പോകണം. അതുപോലെ സെക്രട്ടേറിയറ്റ് അസോസിയേഷനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ഘടകങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി പാർട്ടിയുമായി ബന്ധമുള്ള ആളുകൾക്കൊക്കെ അറിവുള്ളതാണ്. എന്തിനാണ് നമ്മൾ ഇത് അങ്ങനെയല്ല, ഇടതുപക്ഷമല്ല എന്നൊക്കെ പറയുന്നത്? അതുപോലെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യം അദ്ദേഹം പറയുന്നത് സ്തുതിഗീതമല്ല എന്നാണ്. അദ്ദേഹം സ്തുതിഗീതം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നതാണ് പണ്ട് നമ്മുടെ രാജാക്കന്മാരെയൊക്കെ സ്തുതിച്ചുകൊണ്ടിരുന്ന ഈ പാട്ടുകളൊക്കെ എവിടെ വെച്ചാൽ പാടിയത്? അത് ഏതെങ്കിലും രാജസദസ്സുകളിലും അതുപോലെ തന്നെ അങ്ങനെ രാജാവിൻ്റെ സാന്നിധ്യത്തിൽ രാജാവിനെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ പറയുന്നത് ആ നിലയിൽ പാടുന്ന പാട്ടുകളെയാണ് നമ്മൾ സ്തുതിഗീതമാണെന്ന് പറയുക. അത് സ്വാഗതഗാനാണെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സാങ്കേതികമായി അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അതൊരു തീർച്ചയായും കേരളത്തിലെ ആളുകൾക്ക് മുഴുവൻ അറിയാം. പിണറായി വിജയൻ എന്ന് പറയുന്ന CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സ്തുതിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ പാട്ടുകൾ പാടുന്നത്. അങ്ങനെ പാടുന്നവർക്ക് വളരെ കൃത്യമായ ഉദ്ദേശങ്ങളും ഉണ്ട് എന്നുള്ളത് ലോകത്തിലെല്ലാവർക്കും ഒന്നും അറിയാവുന്ന കാര്യമാണ്. അല്ലാതെ വെറുതെ നമ്മുടെ നാട്ടിൽ വേറെ കവികളില്ലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ മഹാകവി ആയതുകൊണ്ടോ ഇയാൾ കവി ആയതുകൊണ്ടോ ഒന്നുമല്ല ഈ കാര്യങ്ങൾ സംഭവിക്കും. ഇതൊക്കെ വളരെ കൃത്യമായ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചില പ്രവർത്തനങ്ങൾ നടത്തുന്നതാണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷി നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊക്കെ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുന്നതാണ്. പിന്നെ വേറൊരു കാര്യം അദ്ദേഹം പറയുന്നു, സർവീസിൽ നിന്ന് വിരമിച്ച ആളെ ഇങ്ങനെ വെക്കാറുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇതൊരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടാണോ? ഇങ്ങനൊരു നിലപാടാണോ നമ്മൾ കാലാകാലമായി മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ NG യൂണിയൻ ഉൾപ്പെടെയുള്ള ഈ പറയുന്ന സെക്രട്ടറി എംപ്ലോയീസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട്, നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ തൊഴിലില്ലായ്മയുള്ള ഒരു സമൂഹമാണ്. ആ തൊഴിലില്ലായ്മയുള്ള സമൂഹത്തിൽ പിന്നെ പെൻഷൻ പ്രായം നീട്ടുന്നതിനെ പോലും ശക്തമായി യുവജന സംഘടനകൾ എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ എതിർത്തുകൊണ്ടിരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. പെൻഷൻ പ്രായം വീട്ടുന്നത് പണ്ടത്തെ ഘടന വെച്ച് 55 വയസ്സൊക്കെ ഒരാളെ റിട്ടയർ ചെയ്യുന്ന പ്രായം എന്ന് പറഞ്ഞാൽ അത് ശരിയായ കാര്യമില്ല. കാരണം മനുഷ്യൻ്റെ ആയുസ്സിലൊക്കെ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമ്മുടെ സമൂഹത്തിൽ യുവജന സംഘടനകൾ ശക്തമായി പെൻഷൻ പ്രായം നീട്ടുന്നത് എതിർക്കുകയാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്കൊരു ജീവിതമില്ലാതെ പോകുന്നു, അവർക്ക് അവസരങ്ങൾ ലഭിക്കാതെ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് അവരതിനെ എതിർക്കുന്നത്. അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ റിട്ടയർ ചെയ്ത ഒരു മനുഷ്യനെ വീണ്ടും അതേ പോസ്റ്റിൽ വെക്കുക എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ സംഘടന, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പോലുള്ള ഒരു സംഘടന, അല്ലെങ്കിൽ NG യൂണിയൻ പോലുള്ള ഒരു സംഘടന, അതുപോലെ ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഒരു സംഘടന ഈ കാലം അത്രയും മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടാണോ? ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണോ ശശികുമാർ ഇങ്ങനെ ഒരു നിലപാട് ആളുകളോട് പ്രഖ്യാപിക്കുന്നത് എന്നത് അദ്ദേഹം ഒന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ 179 ശേഷം കട്ട് ചെയ്യുന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്താണ് ഈ 179 ദിവസത്തിൻ്റെ പ്രശ്നം വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മുടെ സമൂഹത്തിലെ അർഹതപ്പെട്ട ആളുകൾക്ക് തൊഴിൽ കിട്ടാതെ തുടർച്ചയായ ആളുകൾ ജോലിയിൽ പോകുമ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി കോടതി ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിബന്ധനയാണ്. അതിന് മറികടക്കുന്നതിന് വേണ്ടിയാണ് ഒരു ദിവസത്തെ ബ്രേക്ക് കൊടുത്തിട്ട് പിറ്റേന്ന് വീണ്ടും അയാൾക്ക് ജോലി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞതിൻ്റെ ഫലത്തിൽ എന്താണ്? നമ്മുടെ നാട്ടിലുള്ള നിയമവ്യവസ്ഥയെ മറികടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കുറുക്കു വഴികൾ ഞങ്ങൾ കണ്ടെത്തി അത് നടപ്പിലാക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നതിൻ്റെ ചുരുക്കം. അപ്പം അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണ്? ഈ സ്പെഷ്യൽ മെസ്സഞ്ചറുടെ പോസ്റ്റിലേക്ക് അദ്ദേഹം വരുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക യോഗ്യത ആവശ്യമുള്ള ഒരു ജോലിയാണോ ഒരു തപാലിൽ വരുന്ന സാധനങ്ങൾ ഇനം തിരിച്ച് അത് വ്യത്യസ്ത വകുപ്പുകളിലേക്ക് മാറ്റി കൊടുക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമുള്ള ഒരാളല്ല. നിലവിൽ ജോലി ചെയ്തതിൻ്റെ ഭാഗമായി സാങ്കേതിക പരിജ്ഞാനം നേടി ആ സാങ്കേതിക പരിജ്ഞാനം ഉപയോഗിച്ച് വീണ്ടും സർക്കാരിന് വേണ്ടി അത്തരം ഒരു തൊഴിൽ ചെയ്യാൻ ചുമതലപ്പെടുകയല്ല അദ്ദേഹം ചെയ്യുന്നത്. ഇത് പാരിതോഷികം. അദ്ദേഹം അതാണ് പിണറായി വിജയനെ പുകത്തുന്നു, അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നു, അതിന് പാരിതോഷികമായി അദ്ദേഹത്തിന് ഒരു ജോലി കിട്ടുന്നു എന്നതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇനി സ്മൃതി പറഞ്ഞ ചോദ്യത്തിലേക്ക് വന്നാൽ, നമ്മളിപ്പോൾ ഒരു സാധാരണഗതിയിൽ ഒരു സാമാന്യ ബോധത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ഭരണാധികാരിയെ സ്തുതിച്ചുകൊണ്ട് ഒരു പാട്ട് എഴുതുന്നതിനകത്ത് വലിയ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ സാധാരണ സംഘടനയോ എന്നതിനപ്പുറത്തോട്ട് വളരെ കൃത്യമായ ഒരു സാർവദേശീയ അടിസ്ഥാനത്തിലുള്ള ലക്ഷ്യം പ്രഖ്യാപിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത്. ആ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പ്രവർത്തന രീതിയും സംവിധാനമുണ്ട്. ഇവിടെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഇത് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന രീതിയോ അതുമായി ബന്ധപ്പെട്ട കഥയോ അല്ല. നമുക്ക് സ്മൃതി എനിക്ക് കുറച്ച് സമയം തരുവാണെങ്കിൽ ഞാനത് വിശദീകരിക്കാം. പക്ഷേ അതിന് മാത്രം എനിക്ക് സമയം ഉണ്ടാവില്ല എന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റത്തിൻ്റെ പ്രകടനമാണെന്നുള്ളതാണ് നമ്മൾ പ്രശ്നം. അതായത്
അതായത് ഇപ്പം ഞങ്ങളൊക്കെ പാർട്ടിക്കകത്തുണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾ പാർട്ടിക്കകത്ത് ശക്തമായി വാദിച്ചുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ആ തൊഴിലാളി വർഗ സ്വഭാവങ്ങളൊക്കെ വെടിഞ്ഞ് അതൊരു മധ്യവർഗ രാഷ്ട്രീയ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് CPM-നകത്ത് വളരെ ശക്തമായി വിമർശനം ഉയർന്നു വന്നത്. അത്തരമൊരു വിമർശനത്തിന്റെ കൂടി ഭാഗമാണ് VS അച്യുതാനന്ദന്റെ ഒക്കെ സമരമൊക്കെ ഈ പാർട്ടിക്കകത്ത് സംഭവിക്കുന്നത് ഈ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊരു മധ്യവർഗ രാഷ്ട്രീയ പാർട്ടിയൊന്നൊക്കെ അപ്പുറത്തോട്ട് പോയി ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികൾക്കും അപ്പുറത്ത്, അതായത് എല്ലാ തരത്തിലുള്ള എന്താണ് പറയുക ബൂർഷ്വാ രാഷ്ട്രീയത്തിന്റെ തിന്മകളും അടിഞ്ഞുകൂടിയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി CPM മാറിത്തീർന്നതിന്റെ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇതുപോലുള്ള പാർട്ടികളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് നമുക്കറിയാലോ. ഇപ്പോൾ ഉദാഹരണത്തിന് പിണറായി വിജയൻ തന്നെ ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ നാട്ടിൽ നിന്ന് മുഴുവൻ ആക്ഷേപങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില സ്തുതികൾ കേൾക്കുന്നത് സന്തോഷമാണല്ലോ, നിങ്ങൾക്ക് വലിയ ഇഷ്ടമില്ലാത്തതാണെങ്കിലും സന്തോഷം, അതായത് അദ്ദേഹം അത് ആസ്വദിക്കുന്നതാണ് പറഞ്ഞതിന്റെ മലയാളം. ചുറ്റുപാടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം സ്വീകരിക്കേണ്ട നിലപാടുകൾ, ഇടതുപക്ഷ മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ട നിലപാടുകളിൽ നിന്ന് അദ്ദേഹം ഒരുപാട് അകന്നു പോവുകയും ഒരുപക്ഷെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഒരു ബൂർഷ്വാ നേതാവ് പോലും ചെയ്യാത്ത രൂപത്തിലുള്ള നടപടികൾ ചെയ്യുമ്പോഴാണ് വിമർശനം ഉണ്ടാവുന്നത്. വ്യത്യാസം കൂടിയുണ്ട്. വിമർശനങ്ങളെയാണ് അദ്ദേഹം അധിക്ഷേപമായി കണ്ടിരിക്കുന്നത്. ശ്രീ ശശികുമാർ, താങ്കൾക്ക് ചുരുക്കി മറുപടി പറയാമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വിമർശനങ്ങളെ അദ്ദേഹം അധിക്ഷേപമായിട്ടാണ് കാണുന്നത്. ശ്രീ ശശികുമാർ മറുപടി ഉണ്ടോ? അതെ, വിമർശനത്തെ ശ്രീ ശശികുമാർ പറയാം. ശ്രീ ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ വീക്ഷിച്ചോട്ടെ, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് അദ്ദേഹം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മറുപടി എന്നിൽ നിന്ന് ലഭിക്കണമെന്നുമില്ല. കാരണം ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അതിൻ്റെ ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല, എൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇതിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളെന്നുള്ള നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ രാഷ്ട്രീയവും ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയമോ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രമോ പിടിക്കുക എന്ന് പറയുന്നത് ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തിയാണ്. രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ശ്രീ ബാലകൃഷ്ണന് എൻ്റെ വാക്കുകൾ അതേ അർത്ഥത്തിൽ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ല. കാരണം ഞാൻ അദ്ദേഹം പറയുന്ന രീതിയിലുള്ള മറുപടി അല്ലെങ്കിൽ എന്നിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ എനിക്ക് മറുപടി പറയാൻ കഴിയില്ല. മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞു തൊഴിലാളി വർഗ പാർട്ടി എന്നുള്ള നിലയിൽ നിന്നും മധ്യവർഗ പാർട്ടി എന്നുള്ള നിലയിലേക്ക് CPM എന്ന് പറയുന്ന പ്രസ്ഥാനം വഴിമാറിപ്പോയി, ഇപ്പോൾ അതിനപ്പുറത്തേക്ക് പോകുന്നു. 50 വർഷം മുമ്പുള്ള കേരളത്തിൻ്റെ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. തൊഴിലാളി വർഗവും കർഷക വർഗവും ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്നും അവരുടെ പിൻഗാമികൾ, അവരുടെ മക്കൾ, പുതിയ തലമുറ പുതിയ തലങ്ങളിലേക്ക്, പുതിയ മേഖലകളിലേക്ക്, പുതിയ സർവീസ് രംഗങ്ങളിലേക്ക് പോയി കൂടുതൽ ഉയർന്ന വരുമാനം നേടി പുതിയ തലങ്ങളിലേക്ക് മാറിയതിൻ്റെ ഭാഗമായി ഇപ്പോൾ തൊഴിലാളി വർഗത്തിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ നിൽക്കുന്ന മധ്യവർഗമായിരിക്കും. അതുകൊണ്ട് തൊഴിലാളികളെ മാത്രമേ റെപ്രസെൻറ്റ് ചെയ്യൂ എന്നുള്ളത് ഒരു പാർട്ടിയെ നമുക്ക് അങ്ങനെ മാത്രം കാണാൻ കഴിയില്ല. അപ്പോൾ പുതിയ വർഗങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ പുതിയ വർഗത്തെ പ്രതിനിധാനം ചെയ്യേണ്ടി വരും. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ തൊഴിലാളി വർഗ പാർട്ടി എന്നുള്ള പേര് മാറ്റാനായിരിക്കുന്നു അല്ലേ? തൊഴിലാളി വർഗ പാർട്ടി എന്നുള്ള പേര് മാറ്റുക എന്നല്ല, തൊഴിലാളി വർഗ പാർട്ടി എന്നുള്ള ലേബൽ മാത്രം എല്ലാ വർഗങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ശരി, എല്ലാ വർഗങ്ങളെയും എന്ന് പറയുമ്പോൾ മുകളിൽ നിന്നാണോ വരിക എന്നുള്ള കാര്യം കൂടിയുണ്ട്. ശരി, ഞാൻ വരാം. ശ്രീ M ജയചന്ദ്രൻ, ഇപ്പോൾ VS-ന്റെ കാര്യത്തിലും VS-നും P ജയരാജനും ഒക്കെ നിഷിദ്ധമായത് എങ്ങനെയാണ് പിണറായി വിജയന്റെ കാര്യത്തിൽ ശരിയായി വരിക? കാരണം VS-ന്റെ പടം വെച്ച് സ്ഥാനാർത്ഥികൾ പ്രചാരണം നടത്തുന്ന ഒരു കാലമുണ്ടായിരുന്നല്ലോ. അന്ന് അത് പാർട്ടി രീതിയല്ല, CPM-ന് ഇങ്ങനെ ഒരു രീതിയില്ല എന്ന് പറഞ്ഞത് അന്ന് പിണറായി വിജയനാണ്. അന്ന് വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പിന്നീട് ആ പടം മാറ്റിയെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നീട് ഇപ്പോൾ P ജയരാജനുമായി ബന്ധപ്പെട്ട് ഒരു പാട്ട്, ഒരു വീഡിയോ ഗാനം പുറത്തിറങ്ങി. അത് കേരളം മുഴുവൻ പ്രചരിക്കുന്ന ഒരു ഘട്ടം വന്നു. അത് രാത്രിക്ക് രാത്രി അത് നിർത്തിച്ചില്ലേ? അപ്പോൾ പിണറായി വിജയൻ്റെ കാര്യത്തിൽ ഇത്തരം സ്തുതിഗീതങ്ങൾ, സ്തുതിവാചകങ്ങൾ, വാക്കുകൾ ഒക്കെ വരുമ്പോൾ അതങ്ങ് നടക്കട്ടെ എന്ന രൂപത്തിൽ വരുമ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇത് വ്യത്യസ്തമായ നിലപാട് പാർട്ടിയിലെ നേതാക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നത്? ഇത് തമ്പ്രാനും പ്രജകളും എന്നൊരു രീതി എങ്ങനെയാണ് ഉണ്ടാകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി? സ്മൃതി, ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം പിണറായി വിജയന്റെ പുറത്തേക്ക് ചാരി വെക്കുന്നത് എന്തിനാണ്? അതാണല്ലോ ഒന്നാമത്തെ ചോദ്യമായിട്ട് വരേണ്ടത്. ഇതെന്തിനാണ് പിണറായി വിജയന്റെ മേത്തേക്ക് ചാരുന്നത്? ഞാനത് ചോദിക്കാൻ കാരണം, ഇത് പിണറായി വിജയനോ CPM-ഓ പറഞ്ഞിട്ട് ഉണ്ടാക്കിയ ഗാനമാണെങ്കിൽ, താങ്കൾ പറയുന്ന പോലെ സ്തുതി ആണെങ്കിൽ, ഈ പറയുന്നതിനൊക്കെ ഒരു യാഥാർത്ഥ്യവും ന്യായവും യുക്തിയുമുണ്ട്.
ഇതെന്താ സംഭവിച്ചത്? ഇപ്പൊ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന KSCAയുടെ നേതാവായിട്ട് ശശികുമാർ ഉൾപ്പെടെ അതിന്റെ പ്രസിഡന്റ് P. ഹണിയാണ്. ഹണി ഉൾപ്പെടെ തീരുമാനിച്ചിട്ടാണ് ഈ പറഞ്ഞ ചിത്രസേനോട്, പൂവത്തൂർ ചിത്രസേനൻ എന്ന അദ്ദേഹം കാവ്യരംഗത്ത് അറിയപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ചിത്രസേനോട് പറയുന്നത് പിന്നെ പിണറായിയുടെ കഴിഞ്ഞ 9 വർഷത്തെ ഭരണം, അദ്ദേഹത്തിന്റെ ജീവിതകാലം, രാഷ്ട്രീയ പ്രവർത്തനം ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ഗാനമാക്കി താങ്കൾ രചിക്കണം. എന്നിട്ട് സെക്രട്ടേറിയറ്റിലെ തന്നെ KSCയിലെ തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥനായിട്ടുള്ള KS വിമലിനെ കൊണ്ടാണ് സംഗീതം ചെയ്യിപ്പിച്ചത്. അതങ്ങനെ അവർ തീരുമാനിച്ചതാണ്. KSC എന്ന സംഘടന തീരുമാനിച്ച് ഇയാൾ ചിത്രസേനെ ചുമതലപ്പെടുത്തി. ചിത്രസേനൻ ആദ്യം അത് ചിട്ടപ്പെടുത്തി, വരികൾ എഴുതി കൊടുത്തു. അത് വിമലൂടെ ഇരുന്ന് ഒന്ന് ചിട്ടപ്പെടുത്തി. വീണ്ടും ഈ സമിതി, ഇവരുടെ KSCയുടെ തന്നെ സമിതി പരിശോധിച്ചിട്ട് അതൊന്നുകൂടെ പിന്നെ മിനുക്കി എന്നിട്ടാണ് ഈ ഗാനമാക്കുന്നത്. അങ്ങനൊരു ഗാനം ഉണ്ടാക്കിയതിനും പഴി എവിടെയാണ്? CPMന്. അതിലും പ്രധാനപ്പെട്ട വഴി പിണറായി വിജയന്. ഇതെല്ലാം പിണറായി വിജയനെ വാഴ്ത്തുന്നതിനാണ് എന്നാണ് താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പറഞ്ഞോളൂ എന്ന് തന്നെ ഞാൻ പറയും. പിണറായി വിജയനെ വാഴ്ത്തുന്നതിനാണ് ഈ പാട്ടെന്ന് താങ്കൾക്ക് വിമർശനം ഉണ്ടെങ്കിൽ ആ വിമർശനം വേണമെന്നേ. അത് പിണറായി വിജയനുള്ള വാഴ്ത്തുപാട്ടല്ല എന്ന് വിശ്വസിക്കാനും പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കും തരണം എന്ന് മാത്രം. ശ്രീജയേന്ദ്രൻ, ആസ്വദിക്കാൻ ആളുണ്ടാകുമ്പോഴാണ് ഒരേ താളത്തിൽ പാട്ടുകൾ ഉണ്ടാവുക. അതൊരു സത്യമല്ലേ? ആസ്വദിക്കാൻ ആളുണ്ട്, ആസ്വദിക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോഴാണല്ലോ വീണ്ടും വീണ്ടും സ്തുതിഗീതങ്ങൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് മറ്റു നേതാക്കളുടെ കാര്യത്തിൽ അങ്ങനെ സ്തുതിഗീതങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകാൻ പാർട്ടി അനുവദിക്കുന്നില്ല? P. ജയരാജന്റെ കാര്യത്തിൽ രാത്രിക്ക് രാത്രി നിർത്തിച്ചല്ലോ. VSന്റെ കാര്യത്തിൽ VSന്റെയും സ്ഥാനാർത്ഥികളുടെയും കൂടെ പടം വെച്ചത് മാറ്റിച്ചല്ലോ. പിന്നീട് പിണറായി വിജയൻ ഒരു യാത്ര നടത്തിയ ഘട്ടത്തിലാണ് വലിയ ഫ്ലക്സുകളും വലിയ പടങ്ങളുമായി പിണറായി വിജയൻ എന്ന ഒറ്റ നേതാവിന്റെ ചിത്രത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ പാർട്ടി എന്നാൽ പിണറായി, പിണറായി എന്നാൽ പാർട്ടി എന്നതിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം താങ്കൾക്കും അറിയാം. താങ്കൾ പറയുന്ന യുക്തി ശരിയാണ്. എന്നെ പുകഴ്ത്തിക്കൊണ്ട് കുറെ പേർ പാട്ട് എഴുതിയാൽ ഞാനെന്ത് ചെയ്യാൻ? അതാണ് ഇന്നലെ മുഖ്യമന്ത്രിയും പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാൻ എന്ന രൂപത്തിലാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം അത് ആസ്വദിക്കുന്നു എന്നിടത്താണ് അതൊരു കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല എന്ന വിമർശനം വരുന്നത്. ശ്രീ ജയേന്ദ്രൻ, അങ്ങനെയല്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഈ മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ടതല്ല, വേറൊരു മലയാള സിനിമയിലെ പിന്നെ ഇപ്പോഴും ഒരു സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരാൾ. അദ്ദേഹം പിന്നെ സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്, നടനുമാണ്. ഞങ്ങളുടെ ഒരു സംഭാഷണ മധ്യേ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നെ ഒന്ന് പുകഴ്ത്തി എഴുതിയ എന്താ കുഴപ്പമെന്താ? ഞാൻ ചോദിച്ചു മനസ്സിലായില്ല. അല്ല, ഞാനൊരു സെലിബ്രിറ്റിയാണ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഞാൻ തീർച്ചയായിട്ടും ഉണ്ട്, അക്കാര്യത്തിൽ സംശയം എന്താ ഉള്ളത്? അപ്പോൾ അത്തരം സെലിബ്രിറ്റികൾ പിന്നെ നിങ്ങളൊന്ന് പുകഴ്ത്തി എഴുതിയതുകൊണ്ട് ഞങ്ങൾക്കൊരു കുറവും സംഭവിക്കാൻ പോകുന്നില്ല, കൂടുതലും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. പലപ്പോഴും എന്നെ ഇകഴ്ത്തിയാണല്ലോ നിങ്ങൾ സംസാരിക്കാറുള്ളത്. അത് ഞാൻ പറഞ്ഞ വ്യക്തിപരമായ അടുപ്പം കൊണ്ടാണ്. അതല്ല, ഈ ആംഗിളും ചിന്തിച്ചുകൂടെ? ഞാൻ സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ഒരു സെലിബ്രിറ്റി അങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് പോലും ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹമായിട്ടുള്ള സംഭാഷണത്തിലാണ്. ശരിയായിരിക്കാം, സെലിബ്രിറ്റികൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവാം, ചിലർ അങ്ങനെ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം, അത് വേറെ കാര്യം. ഞാനത് സിനിമയിലൊരു ഉദാഹരണം പറഞ്ഞെനിക്ക് നേരിട്ടുള്ള അനുഭവമായതുകൊണ്ടാണ്. ഇതിപ്പോ ഇവിടെ പിണറായി വിജയൻ പറഞ്ഞിട്ടല്ലല്ലോ KSCയുടെ ചുമതലയിൽ ഈ പാട്ടെഴുത്ത് നടക്കുന്നത്. ചിത്രസേന ആ പാട്ട് എഴുതിയപ്പോൾ അതിന് ഒന്നുകൂടെ മിനുക്കണം എന്ന് പറയാൻ ആവശ്യപ്പെടുന്നത് പിണറായി വിജയൻ എന്ന നേതാവിന് വേണ്ട എന്നിടത്ത് വേണ്ട എന്ന് പറയാൻ കൃത്യമായിട്ടറിയാം. അത് ഒരു പരിപാടിയിൽ കമ്പയർ ചെയ്യുന്ന പെൺകുട്ടിയോട് പ്രസംഗം നിർത്തിക്കാൻ പറയാനാണെങ്കിലും, അല്ലെങ്കിൽ പാർട്ടിയിലെ തന്നെ ഒരു വനിതാ സഖാവിനോട് ഇടയ്ക്ക് വെച്ചിട്ട് പ്രസംഗം നീട്ടരുത് എന്ന് പറയാനാണെങ്കിലും മുഖ്യമന്ത്രിക്ക് അതറിയാം പറയാൻ. അപ്പോൾ നേരത്തെ അറിഞ്ഞൊരു കാര്യം വേണ്ട എന്ന് പറയാൻ എന്താണ് ഒരു തടസ്സം? അല്ല, അതല്ല, ഇതിൻ്റെ അകത്ത് പ്രചരിപ്പിച്ച ഈ എന്തൊക്കെ കഥകളാണ്. മുഖ്യമന്ത്രി ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ എന്നെ എപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നവർക്ക് എന്നെ ആരെങ്കിലും അനുകൂലിച്ചെഴുതിയാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് സ്വാഭാവികമാണ്, അത് മനസ്സിലാവുന്നുണ്ട് എന്ന് തന്നെ മുഖ്യമന്ത്രി പറയുമ്പോൾ എതിർക്കുന്നവർക്ക് മുഖ്യമന്ത്രി അർത്ഥമാക്കിയത്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് ശൈലിയാണോ? ഇതിനകത്ത് കമ്മ്യൂണിസ്റ്റ് ശൈലിയുടെ ഒരു എലമെന്റിന്റെയും പ്രശ്നമേ വരുന്നില്ല. കാരണം ഇത് കേരള സ്റ്റേറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന സംഘടനയുടെ പരിപാടിയാണ്. അവരാണ് തീരുമാനിച്ച് എഴുതിച്ചത് മുഖ്യമന്ത്രിയെ പറ്റിയാണ്. അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് അനുസൃതമായിട്ടാണോ തങ്ങൾ പാട്ടെഴുതേണ്ടത് എന്ന് പാർട്ടിയോട് അനുവാദം വാങ്ങിയിട്ടല്ല അവർ ചെയ്യുന്നത്. അത് അവരുടെ സ്വന്തം തീരുമാനമാണ്, ആ സംഘടനയുടെ തീരുമാനമാണ്.
ആ സംഘടനയുടെ തീരുമാനത്തിന് മുഖ്യമന്ത്രിയോട് അനുവാദം വാങ്ങിക്കണം, CPM-യുടെ അനുവാദം വാങ്ങിക്കണം മുൻപ് നടന്ന തിരുവാതിര പാർട്ടി സമ്മേളനത്തിലായിരുന്നല്ലോ. ഓരോന്നും വ്യത്യസ്ത സംഭവങ്ങളാണ് എന്ന രീതിയിൽ പറഞ്ഞു പോകാം. മുൻപൊരു തിരുവാതിര പാട്ടുണ്ടായിരുന്നല്ലോ. അതേന്നെ. അല്ല, ഇവിടെ ഇയാൾക്ക് ഈ പൂവത്തൂർ ചിത്രസേനന് കാറും ഡ്രൈവറും കൊടുത്ത് പുതിയ തസ്തികയും കൊടുത്തു എന്നുവരെയാണല്ലോ പ്രചരിപ്പിച്ചത് ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട്. പോലും ഉണ്ടോ ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട്? അല്ല, വാഹനം കൊടുക്കുന്ന അവിടെ നിൽക്കട്ടെ, അദ്ദേഹത്തിന് വീണ്ടും എങ്ങനെയാണ് നിയമനം കൊടുക്കുന്നത്? അല്ല വസ്തുത ഒന്ന് അന്വേഷിച്ചാൽ പോരെ സ്മൃതി. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിയമിച്ച ആളായിരുന്നു ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ഈ സ്പെഷ്യൽ മെസ്സഞ്ചർ. 66 വയസ്സ് കഴിഞ്ഞു ആ മനുഷ്യന്. എനിക്കിത് ചെയ്യാൻ വയ്യ ഇങ്ങോട്ട് പറയുകയാണ്, GID പറയുകയാണ് കഴിഞ്ഞ വർഷം, എനിക്കിത് ചെയ്യാൻ വയ്യ. ഇത് എന്താണ്? ഇത് പഠിക്കാൻ പറ്റാത്ത ഒരു ജോലിയാണോ? അത് ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇത് LDF ഗവൺമെന്റ് ആദ്യമായിട്ടുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ മെസ്സഞ്ചർ തസ്തിക നിയമനമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറഞ്ഞത്. 66 വയസ്സ് കഴിഞ്ഞ മനുഷ്യനെ ഉമ്മൻചാണ്ടി നിയമിച്ചതാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിയമിച്ചതാണ്. അതിന് മുൻപും ഉണ്ട്. ഈ സ്പെഷ്യൽ മെസ്സഞ്ചറിന്റെ പണി സെക്രട്ടേറിയറ്റിന്റെ അകത്തല്ല, സെക്രട്ടേറിയറ്റിന്റെ പുറത്ത് മറ്റ് പ്രധാനപ്പെട്ട ഓഫീസുകളിൽ എത്തിക്കേണ്ട മെസ്സേജസ് ആണ് ഈ സ്പെഷ്യൽ മെസ്സഞ്ചർ കൊണ്ടുപോയി കൊടുക്കുന്നത്. അത് പരിചയസമ്പന്ന ആൾക്കാർക്കാണ് കാലാകാലങ്ങൾ കൊടുത്തു പോന്നിട്ടുള്ളത്. ആ കീഴ്പ്പതിവ് തുടരുക മാത്രമാണ് ഇപ്പോൾ ഈ ചിത്രസേനന്റെ കാര്യത്തിൽ പരിചയസമ്പന്നത വേണ്ട ഒരു ജോലിയാണ് അത്. 66-കാരന് ആ ജോലിയിൽ തുടരണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. പുറത്ത് ജോലി കാത്ത് യുവാക്കളുണ്ട് എന്നാണ് പറഞ്ഞത്. അവിടെയാണ് റിട്ടയർ ചെയ്ത 22 വർഷ കാലം സേവനം അനുഷ്ഠിച്ച് റിട്ടയർ ചെയ്ത ആളെ വീണ്ടും നിയമിക്കുന്നത്. അദ്ദേഹം ഒരു സ്തുതിഗാനം എഴുതിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ശ്രീ NP ചെക്കുട്ടി, ഇതൊക്കെ അതിന്റെ വളരെ സ്വാഭാവികതയിൽ മാത്രം കണ്ടാൽ പോരെ? ഇപ്പോൾ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന് പറയുന്നത് CPM-ന്റെ ഒരു ഉപസംഘടനയായി നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കും? അതൊരു സ്വാഗതഗാനം പാടലല്ലേ? അത് പാർട്ടി എഴുതി കൊടുത്തതാണോ? പാർട്ടി പറഞ്ഞിട്ടാണോ? പിണറായി വിജയൻ പറയുകയാണോ എനിക്ക് വേണ്ടി ഒരു ഗാനം എഴുതൂ എന്ന് പറയുകയാണോ? ഇതാണ് മറുവാദമായി ഉയരുന്ന ചോദ്യങ്ങൾ. അല്ല, അതൊക്കെ ഒരു സാങ്കേതികമായിട്ടുള്ള ന്യായീകരണങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇതിനകത്ത് വളരെ തെറ്റായിട്ടുള്ള ഒരുപാട് പ്രവണതകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം ഇങ്ങനെ ഒരു എന്താ പറയുക, സ്വാഗതഗാനമായാലും ശരി, സ്തുതിഗീതമായാലും ശരി, അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിലൊരു ജനാധിപത്യ സമൂഹത്തിൻ്റെ ഭാഗമല്ല, ഫ്യൂഡൽ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാഴ്ചപ്പാടുകളും രീതികളുമാണ്. സാധാരണ ഒരു ബൂർഷ്വാ പൊളിറ്റിക്സിനകത്ത് ഇത്തരത്തിലുള്ള ഈ അമിതമായ പുകഴ്ത്തലും സ്തുതിഗീതങ്ങളും ഒന്നും പതിവില്ല. ഈ മന്നവേന്ദ്ര വിളങ്ങുന്നു, ചന്ദ്രപ്പോനിൽ മന്നവേന്ദ്രൻ്റെ കാലത്തുള്ളതാണ്, മന്നവേന്ദ്രൻ രാജാക്കന്മാരുടെ കാലത്തുള്ളതാണ്. പക്ഷേ അതിനെ ആ കാലത്ത് തന്നെ കളിയാക്കിയിട്ടുള്ളൊരു സൊസൈറ്റിയാണ് മലയാളി സൊസൈറ്റി. കേരളീയ സൊസൈറ്റിയിൽ നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞിട്ടുണ്ട്, ദീപസ്തംഭം മഹാശ്ചര്യം, പക്ഷേ എൻ്റെ കാശിങ് കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞത് മാത്രമാണ് അതിനകത്തുള്ള വസ്തുത. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് മന്നവേന്ദ്ര വിളങ്ങുന്നു, പോലെ നിൻമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ തൊട്ട് പിന്നാലെ നമുക്കും കിട്ടണം പണം, നമ്മുടെ കാശിങ് തരണം. ഇവിടെ കാശിന് പകരം അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങളും പിന്നെ സൗകര്യപ്രദമായ ജോലി, റിട്ടയർമെൻറ്റിന് ശേഷം ആനുകൂല്യങ്ങൾ, ഇതൊക്കെ കൊടുക്കുന്നു. അത് ഈ പർട്ടിക്കുലർ വ്യക്തിക്ക് മാത്രമല്ല ഇത്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. ഈ പറയുന്ന ചിത്രസേനൻ എന്ന് പറഞ്ഞ ആൾക്ക് എന്തെങ്കിലും ജോലി കൊടുത്തതുകൊണ്ടോ അദ്ദേഹം ഇങ്ങനെ കത്ത് കൊടുക്കൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ റോക്കറ്റ് സയൻസ് ആവശ്യമുള്ള സംഗതിയാണ്. ഇപ്പോൾ ചന്ദ്രനിലേക്കൊക്കെ ആളെ വിടുമ്പോൾ ആവശ്യമായിട്ടുള്ള സാങ്കേതിക ജ്ഞാനം ആവശ്യമുള്ള ഒരു പരിപാടിയാണ് തിരുവനന്തപുരം നഗരത്തിലുള്ള ഒരു ഓഫീസിൽ നിന്ന് മറ്റു ഓഫീസുകളിലേക്ക് കത്ത് കൊടുക്കുന്ന പരിപാടി. തീർച്ചയായും അദ്ദേഹം കൽപ്പാന്ത കാലക്കാലം ആ തൊഴിൽ തുടരണം. ഇനി അദ്ദേഹം ഏതെങ്കിലും കാലത്ത് അദ്ദേഹത്തിന് പറ്റുന്നില്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെ നിന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ അവിടെ തുടർന്നതിൽ കുഴപ്പമില്ല. പക്ഷേ പ്രശ്നം ഇങ്ങനെയാണ് ഒരു സർക്കാർ പോകേണ്ടത്, ഇങ്ങനെയാണ് ഒരു ഭരണകൂടം പോകേണ്ടത്, ഇങ്ങനെയാണ് ഒരു നാട്ടിലെ ഭരണകൂടം ജനങ്ങളോട് പെരുമാറേണ്ടത്. കാരണം വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ, സർക്കാരിൻ്റെ സംവിധാനത്തെ അതിഭീകരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ഇപ്പം നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടേറിയറ്റ് അദ്ദേഹം പറഞ്ഞത് 171 ദിവസം മുമ്പിൽ ഞങ്ങൾ വയ്ക്കും, 101 ദിവസം ഞങ്ങൾ മാറ്റി വയ്ക്കും, വീണ്ടും വയ്ക്കും. അപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാട്ടിലെ ജനങ്ങളെ കളിയാക്കുന്ന, തൊഴിലില്ലാത്ത ജനങ്ങളെ കളിയാക്കുന്ന വളരെ അപഹാസ്യമായ ഒരു കാര്യം. പക്ഷേ അതൊക്കെ ഇപ്പോൾ ഇരിക്കട്ടെ, അതവർ ചെയ്യട്ടെ. പക്ഷേ അതിനോട് മുഖ്യമന്ത്രി എടുത്ത സമീപനമുണ്ടോ, അവിടെയാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ വിമർശിക്കുമ്പോൾ ഇങ്ങനെ ഒരു പുകഴ്ത്തൽ വന്നാൽ എന്താ കുഴപ്പം?
അത് വെച്ചാൽ അദ്ദേഹത്തിന് അത് പൊളിക്കുന്നില്ല, അദ്ദേഹത്തിന് അത് പരമാനന്ദമായിട്ട് തോന്നുന്നു. ഈ പരമാനന്ദമായിട്ട് തനിക്ക് തോന്നുന്നു എന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന ഒരാൾ പറയുമ്പോൾ, ഈ തരത്തിലുള്ള പുകഴ്ത്തലുകൾ താൻ ആസ്വദിക്കുന്നു അദ്ദേഹം പറയുമ്പോൾ, അത് തീർച്ചയായും വളരെ തെറ്റായ സന്ദേശം കൊടുക്കുന്നു. ഇത് കേരളത്തിൻ്റെ സമൂഹത്തിനകത്ത്, മലയാളി സമൂഹത്തിനകത്ത് നമ്മൾ ഒരു ജനാധിപത്യ സംസ്കാരം മുന്നോട്ടിരിക്കുന്ന സൊസൈറ്റിയാണ്. ആ ജനാധിപത്യ സംസ്കാരത്തിനകത്ത് ഫ്യൂഡലായിട്ടുള്ള മാനദണ്ഡമുണ്ട്, ഫ്യൂഡലായിട്ടുള്ള രീതികൾ, കാല് ചൊറിയൽ, കാല് നക്കൽ, പെട്ടിപിടുത്തം, ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനത്തെ മുഖ്യമന്ത്രി പാടിപ്പുകഴ്ത്തുന്നുള്ളതാണ് ഇതിനകത്തുള്ള യഥാർത്ഥ പ്രശ്നം. അത് മുഖ്യമന്ത്രി ആലോചിക്കേണ്ടതാണ്. മുൻകാലങ്ങളിൽ അദ്ദേഹത്തിന് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിമാരും പോലും ഈ തരത്തിൽ പെരുമാറിയിട്ടില്ല എന്നും അദ്ദേഹം ആലോചിക്കുന്നതല്ല. അല്ല, മുഖ്യമന്ത്രിക്ക് അത് അറിയാത്തതല്ലോ ശ്രീ എൻ പി ചെക്കുട്ടി. പിണറായി വിജയനാണ് VS-ന്റെ ചിത്രം മറ്റ് സ്ഥാനാർത്ഥികളുടെ ചിത്രത്തിനൊപ്പം വെച്ചപ്പോൾ ഇത് പാർട്ടി രീതിയല്ല എന്ന് പറഞ്ഞത്. പിണറായി വിജയൻ തന്നെ ഇടപെട്ടിട്ടാണ് P ജയരാജന് വന്ന സ്തുതിഗീതം മാറ്റിച്ചത്, അത് പുറത്ത് വരുന്നതിനെ എതിർത്തത്. അപ്പോൾ ഇത് അറിയാത്ത ആളല്ല. എനിക്ക് വേണ്ടി ആകുമ്പോൾ ആകാം എന്ന രൂപത്തിലേക്ക് എങ്ങനെയാണ് ആ നേതാവിന് സാധിക്കുക? അല്ല, അത് വിശദീകരിക്കേണ്ടത് പിണറായി വിജയനാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനദണ്ഡങ്ങളും രീതികളും സംസ്കാരവുമാണ് അദ്ദേഹം ഇന്നും പുലർത്തുന്നതെങ്കിൽ തീർച്ചയായും VS-നെടുത്ത നിലപാട് അദ്ദേഹത്തിനും ബാധകമാവേണ്ടതാണ്. P ജയരാജനെടുത്ത നിലപാട് അദ്ദേഹത്തിനും ബാധകമാവേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളിൽ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്ന നിലപാടുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ എന്ന നിലയിൽ തനിക്കും ബാധകമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടാവേണ്ടതാണ്. ആ ബോധ്യം അദ്ദേഹത്തിന് ഉള്ളതായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലോ അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിലോ കേൾക്കാൻ കഴിയുന്നില്ല. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്, അദ്ദേഹം ഇവിടേക്കാണ് പോകുന്നതെന്നുള്ളത് അദ്ദേഹം തന്നെയാണ് വിശദീകരിക്കുന്നത്. നമുക്കൊന്നും അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അല്ല, മുഖ്യമന്ത്രി ഈ സ്ഥാനം ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ തന്നെ 9 വർഷം മുമ്പ് തന്നെ ഈ തരത്തിൽ ഭരണത്തിൽ ഇടപെടാൻ ഇങ്ങനെ ചില ആളുകൾ വരാനിടയുണ്ട് എന്ന മുന്നറിയിപ്പ് മറ്റുള്ളവർക്ക് മുഖ്യമന്ത്രി നൽകുന്നുണ്ട്. ഓർക്കുന്നില്ലേ ആ പ്രസംഗം? അതെ. അല്ല, അതിന് ശേഷം ഭരണത്തിൽ എത്ര പേര് ഇടപെട്ടിട്ടുണ്ട്, ഭരണത്തിൽ എന്തെല്ലാം തരത്തിലുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ട്, എന്തെല്ലാം തരത്തിലുള്ള, ഞാൻ ചോദിക്കട്ടെ, ഈ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള എന്തെല്ലാം ഇടപാടുകൾ, എന്തെല്ലാം വിഷയങ്ങൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ 6-7 വർഷങ്ങൾക്കിടയിൽ. അതിലൊക്കെ തന്നെ യഥാർത്ഥത്തിൽ മോറലായിട്ട്, ധാർമ്മികമായിട്ട് അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ലേ? ഈ കോവിഡ് കാലത്തൊക്കെ ഉണ്ടായിരുന്ന പല സംഭവങ്ങളും, കോവിഡിനെ നിയന്ത്രിക്കേണ്ടത്, കോവിഡിൻ്റെ കാര്യത്തിൽ ജനങ്ങളോട് സംസാരിക്കേണ്ടത് ആരോഗ്യമന്ത്രിയാണ്. അമേരിക്കയിലായാലും ശരി, യൂറോപ്പിലായാലും ശരി, പിന്നെ ഇംഗ്ലണ്ടിൽ, അവിടെയൊക്കെ തന്നെ ആ സമയത്ത് പത്രസമ്മേളനം നടന്നിരുന്നു. അവിടെയൊക്കെ നിങ്ങൾ എന്താ കാണുന്നത്? പ്രധാനപ്പെട്ട എക്സ്പെർട്ടുകൾ, സയൻറ്റിസ്റ്റുകൾ, ആരോഗ്യമന്ത്രി അവരൊക്കെ ഇരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഇരിക്കും. പക്ഷേ കേരളത്തിലൊരു ഹെൽത്ത് മിനിസ്റ്റർ ഉണ്ടായിരുന്നു. ആ ഹെൽത്ത് മിനിസ്റ്റർ സൈഡിൽ അവിടെ ഇങ്ങനെ ഒരു മരപ്പാവോ മാതിരി അവരെ അവിടെ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായിരുന്നല്ലേ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം എടുക്കുന്നൊരു സമീപനം എന്ന് പറയുന്നത് താൻ തന്നെയാണ് ലോകത്തിൻ്റെ പ്രജാപതിയായിട്ടുള്ള ആൾ, താൻ തന്നെയാണ് എല്ലാം എന്നൊരു സമീപനം അദ്ദേഹം ഭരണത്തിലായാലും ശരി, പൊതുസമൂഹത്തിലായാലും ശരി, ഇപ്പോൾ പാർട്ടിയിലായാലും ശരി, അദ്ദേഹം അങ്ങനെയാണ് കാര്യങ്ങളെ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനകത്ത് സ്വാഭാവികമായിട്ടൊരു ദുരന്തം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകൾക്ക്, ഇത്തരത്തിലുള്ള എന്താ പറയുക, സ്ഥാനമാനങ്ങൾ നേടാൻ വേണ്ടിയുള്ള സ്ഥാപിത താല്പര്യങ്ങൾക്ക് എളുപ്പത്തിൽ കടന്നുകൂടാൻ കഴിയും. അതിനുള്ളൊരു പഴുത് അദ്ദേഹം വിട്ടുകൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു എനിക്കിപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുക എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അദ്ദേഹം ചോദിക്കുകയാണെങ്കിൽ VS-ന് എന്ത് ചെയ്യാൻ പറ്റും, ജയരാജന് എന്ത് ചെയ്യാൻ പറ്റും, EMS എന്ത് ചെയ്തു, ഇതൊക്കെ കൂടി ചരിത്രപരമായിട്ട് അദ്ദേഹം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവും തൻ്റെ ഭാഗത്ത് ഇത്തരം കാര്യങ്ങളിൽ പിഴവുകളുണ്ട് എന്ന്. പക്ഷേ പിഴവുകളുണ്ട് എന്ന് അദ്ദേഹത്തോട് പറയാൻ ആർക്കും ശേഷിയില്ല, ആരും പറയുകയില്ല. ശരി, ശ്രീ ശശികുമാർ, താങ്കൾ അല്പസമയത്തിനും ചർച്ചയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. താങ്കളിലേക്ക് കൂടി ചോദ്യം. ഈ വിവാദങ്ങൾ ഇന്നലെ തന്നെ തുടങ്ങുന്നു, ഈ പാട്ടുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നു, അതിന്മേൽ ചർച്ചകൾ ഉണ്ടാകുന്നു എന്നുള്ളത് താങ്കളും ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അപ്പോൾ അത് നിങ്ങൾ യൂണിയനകത്ത് ഇത് ചർച്ച ചെയ്തില്ലേ? തീർച്ചയായും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇതെല്ലാം ചർച്ച ചെയ്തതിന് ശേഷം തന്നെയാണ് ഇങ്ങനെ ഒരു സ്വാഗതഗാനം രചിക്കാനും അതിന് സംഗീതം കൊടുക്കാനും അത് വേദിയിൽ അവതരിപ്പിക്കാനും തീരുമാനിച്ചത്. അത് മുൻകൂട്ടി നേരത്തെ തന്നെ എടുത്ത തീരുമാനമാണ്. ഇത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് തയ്യാറാക്കേണ്ട ഒന്നല്ലല്ലോ. ഒരു പാട്ട് രചിക്കണം, അതിന് ചിട്ടപ്പെടുത്തണം, അതിന് സംഗീതം നൽകണം, അത് പഠിച്ചെടുക്കണം, അത് അവതരിപ്പിക്കണം. അത് 1-2 ദിവസം കൊണ്ടല്ലോ. അല്ല, അതല്ല ഞാൻ ചോദിച്ചത്. ഇന്നലെ ഈ വാർത്ത പുറത്തു വന്ന ശേഷം അതിന്മേൽ മറ്റൊരു ചർച്ച നടന്നില്ലേ എന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞങ്ങളുടെ സംഘടന ഉദ്ഘാടകനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു, അദ്ദേഹം അതിൽ പങ്കെടുക്കാമെന്ന് തീരുമാനിക്കുന്നു, അംഗീകരിക്കുന്നു. അപ്പോൾ അദ്ദേഹം എത്തുമ്പോൾ ഞങ്ങളുടെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലം പറഞ്ഞുകൊണ്ട്
അദ്ദേഹം നടത്തിയിട്ടുള്ള സേവനങ്ങളും അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള സേവനങ്ങളും അദ്ദേഹത്തിൻ്റെ മുൻകാല രാഷ്ട്രീയ പ്രവർത്തനങ്ങളും അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുള്ള പിന്നെ ത്യാഗങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടൊരു സ്വാഗതഗാനം രചിച്ചു. അതൊരു മഹാ അപരാധമായി ഞങ്ങൾ കണക്കാക്കുന്നില്ല. തീർച്ചയായും അങ്ങനെ ഒരു ചർച്ച വന്നെങ്കിൽ കൂടി അത് മാറ്റിവെക്കേണ്ട കാര്യമില്ല. കാരണം അതിൽ തെറ്റായിട്ട് ഞങ്ങളൊന്നും കാണുന്നില്ല. ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങൾക്കത് അവതരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. ശരി, വളരെ നന്ദി ശ്രീ ശശികുമാർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ എൻ വി ബാലകൃഷ്ണൻ, പിണറായി വിജയൻ അല്ലാതെ മറ്റേതെങ്കിലും നേതാവിന് ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് തുടർച്ചയായി പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക വാചകങ്ങളിൽ പുകഴ്ത്തൽ അല്ലെങ്കിൽ പ്രത്യേക വരികളിലൂടെ പാട്ടുകളിലൂടെ പുകഴ്ത്തൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാവിൻ്റെ കാര്യത്തിൽ അങ്ങനെ കണ്ടിട്ടുണ്ടോ? മറ്റേതെങ്കിലും മുഖ്യമന്ത്രിമാരുടെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ ഇത്തരത്തിൽ ഒരു വലിയ ഒരു ഫാൻ ഗ്രൂപ്പ് വരികയും അതിനുശേഷം അദ്ദേഹം പോകുന്ന സ്ഥലത്തെല്ലാം പ്രത്യേക തരത്തിലുള്ള ഒരു സംവിധാനം, അത് ദൃശ്യങ്ങളിലൂടെ ആ രൂപത്തിൽ കാണിക്കും. അദ്ദേഹം അമാനുഷികനാണ് എന്ന രൂപത്തിൽ അവതരിപ്പിക്കും. പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്വയം തോന്നുന്നു അദ്ദേഹം ദൈവത്തിൻ്റെ പ്രതിനിധിയാണെന്ന്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഓർക്കുന്നില്ലേ? അപ്പോൾ ആ രൂപത്തിൽ മോദിയിലാണ് കണ്ടിട്ടുള്ളത്, ഇവിടെ പിണറായി വിജയനിൽ മറ്റേതെങ്കിലും നേതാക്കൾ കണ്ടതായി താങ്കൾ ഓർക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ സുഹൃത്ത് ശശികുമാർ ചർച്ചയിൽ നിന്ന് പോയി എന്ന് ഞാൻ കരുതുന്നത്. പക്ഷെ അദ്ദേഹം ഒരുപക്ഷെ ഒരിക്കലും ഇതുപോലൊരു പൊതുവേദി പറയാൻ പാടില്ലാത്തൊരു അബദ്ധം അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊന്നും സൂചിപ്പിക്കാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് അത് സൂചിപ്പിച്ച് ഞാൻ ഇതിലേക്ക് വരാം. അദ്ദേഹം പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി എല്ലാ വർഗത്തിൻ്റെയും രാഷ്ട്രീയ പാർട്ടിയാണ്. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ഇതുപോലുള്ള അസംബന്ധങ്ങൾ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് പ്ലീസ് പറയരുത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എങ്കിലും വായിച്ചു നോക്കിയിട്ടാണ് അദ്ദേഹം ഇതിങ്ങനെ പറയുന്നതെങ്കിൽ ഇതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. മാർക്സിസം എന്ന് പറയുന്നത് ചുക്കാണോ ചുണ്ണാമ്പാണോ എന്ന് അറിയാത്ത ആളുകളാണ് ഇതിൻ്റെ വ്യാഖ്യാതാക്കളും അതിൻ്റെ നടത്തിപ്പുകാരൊക്കെ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നെനിക്ക് തോന്നുന്നു. ഞാൻ മാർക്സിസത്തെ വിമർശിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്നൊന്നും പറയല്ല, എനിക്ക് അങ്ങനെ ഒരു നിലപാടൊന്നുള്ള ആളല്ല. പക്ഷേ തൊഴിലാളി വർഗമായി നിലനിൽക്കണമെന്നാണോ? അങ്ങനെയല്ലല്ലോ. തൊഴിലാളികളുടെ മക്കൾ കുറച്ചുകൂടി ഉയർന്ന സ്ഥാനത്തിൽ, ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്കും എത്തി വേറെ പൊസിഷനിലെത്തുന്നു, അവരും സഖാക്കളാകുന്നു. അപ്പോൾ മധ്യവർഗത്തിൻ്റെതും ആവുകയാണ് ഈ പാർട്ടി എന്നാണ്. അതെ, അദ്ദേഹം പറഞ്ഞത് എനിക്ക് വളരെ കൃത്യമായി മനസ്സിലായി. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. തൊഴിലാളി വർഗത്തിൽപ്പെട്ട ആൾ എല്ലാ കാലത്തും തൊഴിലാളി വർഗത്തിലായിപ്പെട്ട ആളായിക്കൊള്ളണമെന്നില്ല. അയാൾ മറ്റു പല വർഗത്തിലേക്ക് പോകാം. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് വർഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കും? ആളുകൾ എങ്ങനെ മാറുന്നു എന്നല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിസ്വവർഗത്തിൻ്റെ, തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ളതാണ് പ്രശ്നം. അതിന് ആ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരിക്കലും മാറാൻ പറ്റില്ല. ഇപ്പം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിരിക്കുന്ന സമയത്ത് ഞാനൊരു തൊഴിലാളിയല്ല, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ആളുകൾ മുഴുവൻ തൊഴിലാളികളുമല്ല. അങ്ങനെയല്ല പ്രശ്നം. അത് മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്, അത് തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയമാണ്. ഇതാണ് ലെനിൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിനെ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടി എന്ന് ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്. ഈ പ്രശ്നം ഇതൊരു വർഗ നിലപാടിൻ്റെ പ്രശ്നമാണ്. ഈ വർഗ നിലപാട് മുന്നോട്ട് വെച്ചുകൊണ്ട് മാത്രമേ നമുക്കൊരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ പറ്റൂ. ഞാൻ പറഞ്ഞു വരാൻ ശ്രമിച്ചത് തന്നെയാണ് അദ്ദേഹം സമ്മതിച്ചത്. ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ തൊഴിലാളി വർഗ രാഷ്ട്രീയ സ്വഭാവത്തിൽ നിന്ന് മാറി, അത് ഇടക്കാലത്ത് നേരത്തെ പറഞ്ഞ കാലത്ത് അതൊരു മധ്യവർഗ സ്വഭാവമാണ് അറച്ചിരുന്നെങ്കിൽ ഇന്നത് അതിനൊക്കെ അപ്പുറത്തോട്ടുള്ള ബൂർഷ്വാ വർഗ നയങ്ങളെ പരിപൂർണമായി പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ മാറിയിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞ ആക്ഷേപം. ആ ആക്ഷേപത്തെ സാധൂകരിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇനി സ്മൃതി ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, നിങ്ങൾക്കറിയാലോ, ഈ മറ്റാരെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പുകഴ്ത്തുന്ന ഒരു നടപടിയും പിണറായി വിജയന് സഹിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കോട്ടയം സമ്മേളനത്തിൽ കുറേ ആളുകൾ ആ സമ്മേളനത്തിന് ശേഷം VS അച്യുതാനന്ദന് മുദ്രാവാക്യം വിളിച്ചു. VS അച്യുതാനന്ദന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ അദ്ദേഹം ഇതൊരു പൊതുസമ്മേളനമാണെന്നും പൊതുസമ്മേളനത്തിൽ ആ ഒരു അധ്യക്ഷനും മറ്റ് സംവിധാനങ്ങളുണ്ടെന്നും അതിൻ്റെ ചട്ടവട്ടങ്ങൾക്കനുസരിച്ച് അതിനകത്ത് ഇടപെടാൻ കഴിയുമെന്നുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് മൈക്കിന് മുമ്പിൽ നിന്നിട്ട് അദ്ദേഹം ഈ പ്രസംഗിച്ച ആളുകൾക്കെതിരായി കള്ള് കുടിച്ച ആളുകൾ അത് വയറ്റിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്തുമാത്രം അസ്വസ്ഥനായിട്ടാണ് സംസാരിച്ചത്. നമ്മൾ കണ്ടതല്ലേ ഈ കാര്യം. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. ഉഷ ഉതുപ്പിൻ്റെ ഗാനമേളയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് ഇളകി വശായിട്ട് പറയല്ലേ. ഇതല്ലേ സംബന്ധിച്ചു. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, തെരഞ്ഞെടുപ്പ് നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ച തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദൻ്റെ പടം വെച്ചാൽ വോട്ട് കിട്ടും എന്നതുകൊണ്ട് അവരൊക്കെ പടം വെക്കണം. അങ്ങനെ വെക്കുമ്പോൾ പിണറായി വിജയൻ പറയുകയാണ് ഇതിൻ്റെ രീതിയല്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, കേരളത്തിൽ വ്യക്തികളുടെ പടം വെച്ച് പ്രചരണം നടത്തുന്ന പരിപാടി ആരംഭിച്ചതാരാണ്? അത് പിണറായി വിജയനാണ്.
യാതൊരു സംശയമില്ല. ഞാൻ CPM-ന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ആ ഒരു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജാഥ വരുന്നത്. അതുവരെയുള്ള ഒരു സംസ്ഥാന ജാഥ ലീഡറുടെ ചിത്രം വെച്ചുകൊണ്ടുള്ള നവകേരള യാത്ര വെക്കുന്നത്. അത് ഇത് വെച്ചു. അതൊന്ന് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കോളുകളൊക്കെ ഒന്നാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരവധി ഘടകങ്ങൾ ഈ പോസ്റ്റർ ഞങ്ങൾ ഒട്ടിക്കില്ല എന്ന് പറഞ്ഞു. ഇത് CPM-ന്റെ കീഴ്വഴക്കമല്ല, അതുകൊണ്ട് ഈ പോസ്റ്റർ ഞങ്ങൾ ഒട്ടിക്കില്ല. അങ്ങനെ പോസ്റ്റർ ഒട്ടിക്കില്ല എന്ന് പറഞ്ഞ ആളുകൾക്കെതിരായി നടപടി ഉണ്ടാവുന്ന അവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് പിണറായി വിജയന്റെ പടം വ്യാപകമായി പ്രചരിപ്പിക്കാൻ അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ട്. ഇപ്പം നമ്മൾ അതൊക്കെ അങ്ങനെ പറഞ്ഞു പോയാൽ വളരെ വ്യക്തിപരമായ കാര്യത്തിലേക്കൊക്കെ പോകും. എന്തിനാണ് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്? ഇപ്പം പിണറായി വിജയന്റെ നിരവധി പ്രസ്താവനകൾ നിങ്ങൾ പരിശോധിച്ചാൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഓരോ കാര്യത്തിൽ വേറെ ആരുടെയെങ്കിലും കാര്യത്തിൽ ഇങ്ങനെ വരുമ്പോൾ അത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കില്ല. പക്ഷേ പിണറായി വിജയൻ ഈ പ്രിവിലേജൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം എന്നുള്ളൊരു നിലപാട് അദ്ദേഹം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്. നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ച ഒരു താരതമ്യം വളരെ പ്രധാനമാണ്. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ബേസിക്കായ പ്രശ്നം. ഒന്ന്, നരേന്ദ്രമോദി എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ നേതാവ് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുന്നതിന് വേണ്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ശൈലി, നിലപാട്, അദ്ദേഹത്തിന് ഈ പറയുന്ന എന്താണ് നെഞ്ചളവൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എന്തോ മഹാനാണ് എന്ന് സ്ഥാപിച്ചെടുത്തിട്ട് ഹിന്ദു രാഷ്ട്രത്തിൻ്റെ തലപ്പത്തേക്ക് അതിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളാണ്. ആ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന് ചേർന്ന നിലയിലേക്ക് ഒരുപക്ഷെ അതിന് നേരെ ഈ മറുഭാഗത്ത് നിൽക്കേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഈ ഫാസിസ്റ്റ് രാഷ്ട്രീയം എന്തൊക്കെ നിലപാടുകളാണോ മുന്നോട്ട് വെക്കുന്നത് ആ നിലപാടൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ മുന്നോട്ട് വെക്കുകയാണ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം, അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്തതിന് ഒരു സർക്കാർ ജീവനക്കാരനെ കോഴിക്കോട് ജില്ലയിൽ ചെക്കൂട്ടിക്കൊക്കെ അറിയാം, അയാളെ സസ്പെൻഡ് ചെയ്തു. അയാൾ ഒന്നും ചെയ്തില്ല. അയാൾ ചെയ്ത കാര്യമാണ് പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു കമന്റിനെ ലൈക്ക് ചെയ്തു. ആ ലൈക്ക് ചെയ്തതിന് അയാളെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ കാലാവധി 6 മാസത്തിൽ കൂടുതൽ നീട്ടാൻ പറ്റില്ല. പക്ഷേ 6 മാസം കഴിഞ്ഞിട്ടും ഈ സസ്പെൻഷൻ പിൻവലിച്ചില്ല. അവസാനം ആ മനുഷ്യൻ, ആ ചെറുപ്പക്കാരൻ കോടതിയിൽ പോയിട്ട് ട്രിബ്യൂണലിൽ ചെന്നിട്ട് വിധി വാങ്ങിച്ചിട്ടാണ് സർവീസിൽ തിരിച്ചു വന്നത്. പിണറായി വിജയനെതിരായിട്ടുള്ള വിമർശനം. എന്നാൽ പിണറായി വിജയന് അനുകൂലമായിട്ട് ഫേസ്ബുക്കിനകത്തും അത് ഈ സ്തുതിഗീതം പോലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ആൾക്കാർ കേരളത്തിലില്ലേ? അവർക്കാർക്കെതിരായിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടാവുന്നുണ്ടോ? നമ്മളൊരു നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ എല്ലാവർക്കും ഈ നിയമം ബാധകമാവില്ല. പക്ഷേ അങ്ങനല്ല. പിണറായി വിജയൻ അനുകൂലമായി സംസാരിച്ചാൽ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിൽ ആർക്കും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല. എന്നാൽ പിണറായി വിജയനെതിരായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സംഘടനാ പ്രവർത്തകർ, അതായത് സർക്കാർ ജീവനക്കാർക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന നിലപാടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി. അതിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ആ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഒരു കമന്റ് ഒരാൾ എഴുതിയാൽ, അല്ലെങ്കിൽ ആ കമന്റിനെ ഒന്ന് ലൈക്ക് ചെയ്താൽ അയാളെ സർവീസ് ചട്ടം പറഞ്ഞിട്ട് സസ്പെൻഡ് ചെയ്യുന്ന നിലപാടുകൾ സ്വീകരിക്കുകയാണ്. ഇതുപോലെ എത്ര ആളുകൾക്ക് വേണേൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുക. മറുഭാഗത്ത് ഈ പറയുന്ന ആനുകൂല്യങ്ങളൊന്നും മറ്റാർക്കും, ഇപ്പം നിങ്ങൾ സുധാകരൻ്റെ ജയരാജൻ്റെ കാര്യം പറഞ്ഞു. ജയരാജൻ്റെ കാര്യം ഇത് തന്നെയാണ് പ്രശ്നം. ജയരാജൻ കണ്ണൂർ ജില്ലയിൽ അവിടുത്തെ സാധാരണ ഈ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കണ്ണൂർ ജില്ലയിലെ മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സംഘത്തെ, അത് ശരിയോ തെറ്റൊന്നുമല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു അനുയായി വൃന്ദത്തെ ഉണ്ടാക്കി അത്യാവശ്യം ഗുണ്ടാ പ്രവർത്തനവും മറ്റു പല, അതെ, ചെന്താരകം എന്ന് പറയാൻ ആ പാട്ടുണ്ടായി. അത് വലിയ പ്രശ്നമായി. അത് പറ്റില്ല. അത് ജയരാജൻ അങ്ങനെ, അത് വ്യക്തിപൂജയാണ്, ഒരു മനുഷ്യൻ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു വെക്കുന്നു. എന്നാൽ ഇതേ കാര്യം തന്നെ പിണറായി വിജയന്റെ പേരിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതാണ് പ്രശ്നം. ഇത് ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തന പരിപാടിയുമായി ബന്ധപ്പെട്ടല്ല. അതൊരു കൃത്യമായി പറഞ്ഞാൽ ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയ പരിപാടിയുടെ ഭാഗമാണ്. ശരി, ശ്രീ എം ജയേന്ദ്രൻ മറുപടി നൽകണം. ശ്രീ എം ജയേന്ദ്രൻ, താങ്കൾക്ക് മറുപടി നൽകാം. സ്മൃതി, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എന്റെ നിലപാട് അത് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഇപ്പോ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ ഇന്ന് നിങ്ങൾ പറഞ്ഞ വാഴ്ത്തുപാട്ട്, പ്രകീർത്തിച്ച് പാടുന്ന പാട്ട്, അല്ലെ സ്തുതിക്കുന്ന പാട്ട് ആണെന്ന് പറയാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് താങ്കൾക്കും സ്വാതന്ത്ര്യമുണ്ട്, മറ്റ് പാനലിസ്റ്റുകൾക്കും സ്വാതന്ത്ര്യമുണ്ട്. അതിനോടൊന്നും ഞാൻ യോജിക്കുന്നതേ ഇല്ല. അത് അങ്ങനെയല്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കും തരണം എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഞാൻ അതിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്നു. പിന്നെ ഇവിടെ ശ്രീ ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു വേദിയായിട്ട് ഏതായാലും ഞാനിതിനെ കാണുന്നില്ല. അതുകൊണ്ട് CPM-ന്റെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില പൊളിറ്റിക്കൽ ഫോർമേഷൻസിന്റെ ലെവൽ വരെ എത്തിച്ച ചില കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി ഞാനിപ്പോൾ അല്പം പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരം ഒരു വേദിയുമായിട്ട് റിപ്പോർട്ടർ ചാനൽ തയ്യാറാവുകയാണെങ്കിൽ അന്ന് എന്നെ വിളിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ അതിന്റെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറുമാണ്. ഏതായാലും പ്രശ്നം ഇതാണല്ലോ, വാഴ്ത്തുപാട്ട് എന്ന് നിങ്ങൾ പറഞ്ഞ കാര്യം. അത് വാഴ്ത്തുപാട്ടാണെങ്കിൽ വാഴ്ത്തുപാട്ടാണെന്ന് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുള്ളതുപോലെ തന്നെ അങ്ങനെയല്ല.
അത് മറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ അങ്ങനെ വാഴ്ത്തുമ്പോൾ അതിനെ കൃത്യമായി പിണറായി വിജയൻ എതിർക്കാറുണ്ട്. പക്ഷെ അദ്ദേഹം സ്വന്തം കാര്യത്തിൽ അത് അങ്ങനെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതാണ് ആ വ്യത്യാസമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അതെ 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 ഞാനത് തന്നെയാണ് പറഞ്ഞത്. പിണറായി വിജയൻ ശ്രീധരൻ പറഞ്ഞോളൂ, സമയം കഴിയുന്നു. ശരി, നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കൂടി പോകേണ്ടതുകൊണ്ടാണ് ശ്രീ എൻ പി ചെക്കുട്ടി. അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇല്ല പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷെ നമ്മുടെ സൊസൈറ്റിയിലെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് പകരം വളരെ ഫ്യൂഡലായിട്ടുള്ള, വളരെ നിഷേധാത്മകമായിട്ടുള്ള ഒരു സാമൂഹിക ചിന്ത, സാമൂഹികമായ അന്തരീക്ഷം വളർന്നു വരുന്നതിൻ്റെ ലക്ഷണമാണിത്. കമ്മ്യൂണിസ്റ്റുകാർ സാധാരണ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടരല്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പുള്ള ആളുകൾ തന്നെ വളരെ നിഷേധാത്മകമായ, വളരെ സാമൂഹിക വിരുദ്ധമായിട്ടുള്ള ഈ ആശയങ്ങളെ പ്രചോദിപ്പിക്കൂ എന്നുള്ളത് വളരെ വളരെ സങ്കടകരമാണ്. അത് കേരളത്തിൻ്റെ ഒരു സാമൂഹികമായ തകർച്ചയുടെ ലക്ഷണമായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. വളരെ നന്ദി ശ്രീ എൻ പി ചെക്കുട്ടി, ശ്രീ എൻ വി ബാലകൃഷ്ണൻ, ശ്രീ എം ജയേന്ദ്രൻ, ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ നഞ്ചല്ലൂർ ശശികുമാർ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.